നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. എല്ലാവരും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഇത്. അപ്പോൾ 2026 വരുന്ന വാഹനങ്ങൾ, അതിൽ മാനുഫാക്ചർ ചെയ്യുന്ന വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങിയിട്ട് ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന നിമിഷം തൊട്ട് തന്നെ അതിൻ്റെ വില കുറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കും തോറും വില കുറയുന്ന മറ്റൊരു വസ്തു കൂടിയുണ്ട്, അതാണ് പണം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ 5 അല്ലെങ്കിൽ 6 ലക്ഷം രൂപയ്ക്കായിട്ട് കുറയും. അതുകൊണ്ട് നമ്മൾ പൈസ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള പുതിയ അവസരങ്ങൾ ഞാൻ നിങ്ങളെ നിരന്തരമായിട്ട് പരിചയപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതും ഇന്ത്യയിലെ 500 കമ്പനികളിൽ നിന്ന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, കഴിഞ്ഞ 10 വർഷമായി ലാഭവിഹിതം മുടങ്ങാതെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന ടോപ്പ് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഇത്തരത്തിൽ ഫെബ്രുവരി 28 വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ NFOയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ശരാശരി 31.4%, 23.4% റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. ബാങ്കിലൊക്കെ കിട്ടുന്ന 5 അല്ലെങ്കിൽ 6% എത്രയോ മടങ്ങാണ് ഇവിടെ റിട്ടേൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്ക് കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഫെബ്രുവരി 28 NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇനി അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. മലയാളത്തിൽ കോൾ ബാക്ക് സൗകര്യവും ലഭ്യമാണ്. അങ്ങനെ വിശദമായി മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു ഹ്യുണ്ടായി ക്രെറ്റ നൈറ്റ് എഡിഷൻ്റെ ഓണറാണ്. നമസ്കാരം. പേര്? ജിബിൻ. ഞാനൊരു അഡ്വർടൈസിങ് കമ്പനിയാണ്. ശരി. ഇവിടെ കൊച്ചി തന്നെ ഒരു ഔട്ട്ഡോർ അഡ്വർടൈസിങ്. എന്താണ് പേര്? ആഡ് ബോക്സ്. കണ്ടിട്ടുണ്ടല്ലോ, ഹോർഡിങ്സ് ഒക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെയാണോ നാട്? ഇവിടെ തന്നെ. അപ്പോൾ എത്ര കാലമായി ക്രെറ്റ വാങ്ങിച്ചിട്ട്? ഒരു 1.25 വർഷം. 1.25. അപ്പോൾ 1.25 വർഷം മുമ്പ് ഇത് വാങ്ങിക്കുമ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ക്രെറ്റ മതിയെന്ന് തീരുമാനിച്ചത്? അന്ന് 700 ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഇതൊരു ക്യൂട്ടർ വെർഷൻ ആയിട്ട് തോന്നി. പിന്നെ എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടിട്ടാണ് ഇത് എടുക്കാനുള്ളത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ? ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു? അത്യാവശ്യം ലോങ്ങിൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എത്ര വരെ കിട്ടുന്നുണ്ടാവും? ഒരു 18 ഒക്കെ നമുക്ക് ലോങ്ങിൽ കിട്ടും അല്ലേ? സിറ്റിയുടെ അകത്തൊരു 12-13 ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ആണല്ലേ? മോശമില്ല. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ഓടി കാണും എല്ലാം കൂടി? ഒരു 25,000. 25. എന്താണ് ഇപ്പോൾ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ എടുക്കാൻ ഒരാൾ ഉപദേശം ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? ഞാൻ പറയും ഇതെടുത്തോ എന്ന് തന്നെ പറയൂ. കാരണം ഇതൊരു കോമ്പാക്ട് വെഹിക്കിളാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഒക്കെ നല്ല ഒരു ഇതായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാനത് എല്ലാവരും അടുത്ത് എടുക്കാൻ പറയുന്നത്. എന്താണ് ഒരു പോരായ്മയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സുകാരന് വലിയ പോരായ്മകളൊന്നും എനിക്കിതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതിലെന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു വട്ടം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം അതിൻ്റെ അകത്ത് സ്ക്രീൻ അങ്ങനെ ഓഫ് ചെയ്താലും ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനത്തെ അതുകൊണ്ടായിരുന്നു. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? നോർമലാണ്. ഒരു 5,600 ഒക്കെയാണ് എനിക്ക് വന്നത്. അത്രയൊക്കെ വന്നത്. ഇപ്പം നൈറ്റ് എഡിഷനാണ്. നൈറ്റ് എഡിഷനിൽ എന്തൊക്കെയായിരുന്നു അന്ന് മാറ്റങ്ങൾ? ബ്ലാക്ക് ഇൻറ്റീരിയർ ആണോ? എന്തായിരുന്നു? ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ഉണ്ടായിരുന്നു. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എല്ലാ സാധനവും ഉണ്ട്. അത്യാവശ്യം അല്ലേ? എത്രയായിരുന്നു അന്ന് ഓൺ റോഡ്? ഇതെല്ലാം കൂടി 25 lakh. 25 lakhന് ഉള്ളതുണ്ടോ വണ്ടി? പോത്താണ്. ആണ്. ഇത് ഓരോരുത്തരാണല്ലോ യൂസ് ചെയ്യണം. എന്നെ സംബന്ധിച്ചത് പോകത്തായിട്ട്. ഇതിനു മുമ്പ് ഏതുകൊണ്ട് ഉപയോഗിച്ചിരുന്നത്? ഇതിനു മുന്നേ ഹുണ്ടായിയുടെ തന്നെയാണ് വെർണയാണ് ഉപയോഗിച്ചത്. അത് 1.6 ആണ്, ഇത് 1.5 ആണ്. ആ ഒരു ഡിഫറൻസ്. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അടിത്തട്ടുന്ന പ്രശ്നമൊക്കെ പ്രശ്നങ്ങൾ. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് വരാം. ഒരു നിൽക്കുന്ന വണ്ടി പോലെ നമുക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ടുള്ളൊരു നല്ലൊരു ഫീച്ചറാണ്. ഈ ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ട്? സാധാരണ നമ്മൾ ഈ കൊറിയൻ ജപ്പാൻ വണ്ടികൾക്ക്
യൂറോപ്യൻ വണ്ടികൾ അത്ര സ്റ്റെബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുമല്ലോ, എങ്ങനെയുണ്ട് അത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും, അതിൻ്റെ ഒരു ടെറൈൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. EV-കൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? BYD കൊള്ളാവുന്ന സാധനം. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് EV-യിലേക്ക് മനസ്സ് പോയില്ല? അന്ന് സ്റ്റാർട്ടിങ് ആയിരുന്നു. പല ആൾക്കാരും ഡൗട്ട്ഫുൾ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 500 കിലോമീറ്ററിന്റെ താഴെയൊക്കെ ഉണ്ടായിരുന്നുള്ള സമയം. ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചും കൂടെ കൂടിയത് കൊണ്ടിട്ട് ഇനിയൊരു ഓപ്ഷൻ നോക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ 1.5 വർഷത്തിനിടയ്ക്ക് ധാരാളം വാഹനങ്ങൾ മോഡലുകൾ വന്നല്ലോ. ഏതെങ്കിലും ഒരെണ്ണം കണ്ടപ്പോൾ അയ്യോ ഇത് മതിയാരെന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ? വെറുതെ ഒരു തോന്നൽ? അങ്ങനെ ഒന്നുമില്ല. ഇല്ല. ഇനി ഇതിന്റെ ഒരു അപ്പർ വെർഷനിലേക്ക് പോകണമെന്നുണ്ട്. അതൊരു GLA ഒരു സാധനം അല്ലാതെ ഇല്ല. അപ്പോൾ എന്തായാലും കട്ടട കാര്യത്തിൽ നമ്മൾ എങ്ങനെ തിരിച്ചും പറഞ്ഞു ചോദിച്ചാൽ ആരും കുറ്റമൊന്നും പറയില്ല. കാരണം അതുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വാഹനം ഇതും സെൽറ്റോസും. ഒരു കുറ്റവും എങ്ങനെ ചോദിച്ചാലും പറയില്ല. ആകെ ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തവണ വന്നുപോയി. ഇത്രയും സോഫ്റ്റ്വെയർ സംഭവങ്ങളുള്ള ഒരു വണ്ടിയിൽ ആകെ ഒരു ഇഷ്യൂ വന്നുള്ളൂ എന്ന് പറയുന്നതിന് നമ്മൾ ഹ്യുണ്ടായി എത്രത്തോളം ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ ഈ പറഞ്ഞ മൈലേജ് 18 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്കൽ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒട്ടും മോശമല്ല. പിന്നെ എന്ത് സ്മൂത്താണല്ലോ, എഞ്ചിനൊക്കെ വളരെ റിഫൈൻഡ് ആണ്. പെട്രോൾ ആണോ ഡീസലാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ റിഫൈൻഡ് ആണ്. നല്ല ട്രാൻസ്മിഷനും അങ്ങനെ എല്ലാ തരത്തിലും 25 ലക്ഷം രൂപയ്ക്ക് വർത്താണ്, ഒരു സംശയമില്ല. പിന്നെ നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്, എപ്പോൾ വിറ്റാലും അതും കിട്ടും. അപ്പം അപ്ഗ്രേഡ് പറഞ്ഞു GLA അടുത്ത കാലത്ത് ഉണ്ടോ അതോ നോക്കണം? ഇത് വിറ്റിട്ടാണോ വാങ്ങിക്കാൻ പോകുന്നത്? അല്ല, ഒരു ഓപ്ഷനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ GLAയുടെ ഓണേഴ്സാണ്. നേരത്തെ ഒരു GLA ഉണ്ടായിരുന്നു, ഇപ്പം മറ്റൊരു GLA എടുത്തു. അപ്പം അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ നല്ല ഇതേ സെഗ്മെൻറ്റ് തന്നെയാണ് വലിപ്പമൊക്കെ നോക്കിയാൽ, പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡേഷൻ അതിലുണ്ടാവും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കണ്ടതിൽ വളരെ സന്തോഷം. എടുക്കണം. താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ RX100 അടുത്ത കാലത്ത് റീസ്റ്റോർ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമൻറ്റൊക്കെ വന്നു. അത് 89 മോഡലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു 89 മോഡൽ യമഹ RX100 ആണ്. അതിൻ്റെ ഉടമയാണ്. നമസ്കാരം. പേര്? സെബാസ്റ്റ്യൻ. എന്ത് ചെയ്തു സെബാസ്റ്റ്യൻ? ഞാൻ ലോജിസ്റ്റിക്സ് ഫീൽഡാണ്. ഇവിടെ കൊച്ചി തന്നെ വർക്ക് ചെയ്യുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡിൽ. കൊച്ചിക്കാരനാണോ? കൊച്ചിയല്ല, എൻ്റെ സ്വദേശം പാലയാണ്. പാല രാമപുരം. അപ്പോൾ സെബാസ്റ്റ്യൻ വലിയ പ്രായമുള്ള ആളല്ല, പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നു 37 വർഷം പഴക്കമുള്ള വാഹനമാണ്. അതെ. എങ്ങനെയാണ് കൈ വന്നത്? ഇത് എൻ്റെ ഫാദർ ഇവിടെ കോളേജിൽ ഫസ്റ്റ് ഇവിടെ ജോലിക്ക് വന്നപ്പം മേടിച്ച വണ്ടിയാണ്. അപ്പം അന്ന് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വേണം, ഹോസ്റ്റൽ ടു കോളേജ് ഒരു വണ്ടി വേണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ച. അപ്പം ഗ്രാൻഡ് ഫാദർ പൈസ ഇട്ട് ഷെയർ ചെയ്ത് രണ്ടുപേരും കൂടെ മേടിച്ചൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് വണ്ടിയായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്. എനിക്കും ഫാദർ യൂസ് ചെയ്ത വണ്ടി എന്നുള്ള രീതിയിൽ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള വണ്ടിയാണ്. ഫാദർ ഇപ്പോഴും ഓടിക്കുന്നുണ്ടോ? ഇപ്പോഴും ഓടിക്കുന്നുണ്ട്. ഫാദർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാദർ അന്ന് ഇത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ 2 വീലേഴ്സ് എല്ലാം വാങ്ങിച്ചോ അതോ ഇത് തന്നെയായിരുന്നു ഇത്രയും? ഫാദർ ഇതാണ് മുഴുവൻ യൂസ് ചെയ്തത്. കരിയർ ഫുള്ള് ഫാദർ SS കോളേജിൽ വർക്ക് ചെയ്ത കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. SS കോളേജിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്. MS ഫ്രാൻസിസ്. ശരി. അപ്പോൾ അത് കോളേജിലൊക്കെ ഒരു ഇതിഹാസ വണ്ടിയായിരുന്നു. അന്നും ബോട്ടണിയിലെ പ്രൊഫസറിന്റെ സാറിന്റെ വണ്ടി RX100 അപ്പൊ കോളേജിൽ കയറുമ്പോൾ ഇതിന്റെ മുഴക്കം എന്നും കേൾക്കുമായിരുന്നു, അന്നും ഇന്നും. അപ്പൊ എന്റെയൊക്കെ വണ്ടി പിന്നെ ഞാൻ കുറെ കാലം ഓടിക്കാതെ വെച്ച് പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ഇത് അങ്ങനെ ഓടിക്കാൻ വെച്ചിട്ടേ ഇല്ല. ഇല്ല, ഫുള്ള് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കംപ്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര കാലമായി സെബാസ്റ്റ്യൻ ഏറ്റെടുത്തിട്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് 18 വയസ്സാകുന്നതിന് മുന്നേ എനിക്ക് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ലൈസൻസ് ഇല്ലാതെ ഫാദറിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ എന്നാലും ഞാൻ ഇടയ്ക്ക് അറിയാണ്ട് എടുത്ത് ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ലൈസൻസ് കിട്ടിയ ശേഷമാണ് ഞാൻ പൊതുവായ റോഡുകളിലേക്ക് ഇറക്കി ഓടിക്കാനും പിന്നെ കോളേജ് ടൈമിൽ യൂസ് ചെയ്യാമായിരുന്നു, കോളേജിലേക്ക് പോകാൻ വേണ്ടിയും. അപ്പൊ കോളേജിന്റെ ഒരു തരംഗമാണല്ലോ ഈ വണ്ടി, അന്നും ഇന്നും. എന്നാൽ 89 കാലഘട്ടത്തിലും ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എടുത്താൽ ഈ വണ്ടിക്ക് ഒരു വിലയുള്ള വണ്ടിയാണ്. ആൾക്കാർ നോക്കി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഇതുപോലെ സിംഗിൾ ഓണർ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാകുമ്പോൾ ധാരാളം പേര് ഒന്ന് വിൽക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതിപ്പം ഈ വണ്ടിക്ക് നമുക്ക് പ്രത്യേകിച്ച് വിലയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ പറയുന്ന മോഹവിലയാ. ഇപ്പൊ ഞാൻ നാളെ പറയാം ഈ വണ്ടിക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത്, അതാ വണ്ടിയുടെ വില. അല്ലാണ്ട് മോഹവിലയാണ് പ്രത്യേകിച്ച് അതിനൊരു ഇത് മറ്റേ വീഞ്ഞിന്റെ വീര്യം പഴകുന്നവരും കൂടുന്ന പോലെയാണ് ഈ വണ്ടിയുടെ വില. അപ്പൊ ഇത് ഇത്രയും കാലത്തെ ഉപയോഗത്തിനിടയ്ക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള റിപ്പയർസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മള് വണ്ടി ക്ലീൻ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ പൊതുവെ വണ്ടി ചോദിച്ചു തരുന്നത്. ഇപ്പൊ ഫാദറിന് വണ്ടി ഭയങ്കര നോക്കേണ്ട
ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഫാദർ വണ്ടി നോക്കും. അപ്പം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് സർവീസ് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ വണ്ടി സർവീസ് സെന്ററിൽ കയറ്റും. അപ്പം സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു പണ്ട് MIയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോൺസൺ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. പുള്ളി അന്ന് കുറേ ഒരു 10-15 കൊല്ലം പുള്ളി തന്നെ പണിത്. അത് കഴിഞ്ഞ് ഇപ്പം ഹർഷൻ ചേട്ടൻ ഇടയ്ക്ക് പണിയാറുണ്ട്. പിന്നെ ഇവിടെ മരടിൽ തന്നെ ഒരു ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയിലാണ് ഇപ്പോഴും ഇടയ്ക്ക് കൊടുക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ പാർട്സ് ഒക്കെ അവർ തന്നെ സോഴ്സ് ചെയ്ത് തരും? അവർ തന്നെ സോഴ്സ് ചെയ്ത് തരും. പക്ഷേ ഇപ്പോൾ ഒരു ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ് സത്യം പറഞ്ഞാൽ ഈ RX-ന്റെ വണ്ടിയുടെ പാർട്സ് കിട്ടാന്നുള്ളത്. പിന്നെ അധികം വലിയ സർവീസ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടും ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ടും പാർട്സിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പൊ ഇതല്ലാതെ ഇപ്പൊ 2 വീലർ ഉണ്ടോ? 2 വീലർ ഞാൻ ഒരു ഇന്റർസെപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർസെപ്റ്റർ ഇത് മാറിയാണ് ഉപയോഗിക്കുന്നത്? മാറി. അപ്പൊ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഇന്റർസെപ്റ്ററും ഇതും ഉപയോഗിക്കുമ്പോൾ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? വണ്ടി എനിക്ക് വണ്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്കിപ്പം ഏത് വണ്ടി ഓടിച്ചാലും എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ. അപ്പം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ മോഡേൺ വണ്ടികൾ പോലെ ABS ഇല്ല, അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല, അല്ലെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് ഇല്ല, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് ഈ വണ്ടിക്ക് കിട്ടില്ല. പക്ഷെ ഒരു വണ്ടി വരാൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ വണ്ടി ആണെങ്കിലും വണ്ടിക്കൊരു പ്രൗഢി ഉണ്ട്. അത് ശരിയാണ്. എന്താണ് ഇത് ഓടിക്കുമ്പോൾ ഈ പറഞ്ഞല്ലേ പുതിയ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആളെന്നുള്ള എനിക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മ ഈ പറഞ്ഞതല്ലാതെ ആക്സിലറേഷന്റെ കാര്യത്തിലോ അങ്ങനെയൊക്കെ? അതെ, പവർ വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു 100 cc ബൈക്ക് ഒരിക്കലും 650 cc ബൈക്കുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഒരു ഇതിഹാസമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു റെസ്പെക്ട് ചെയ്യണം. ഇതിപ്പോ നമ്മളിപ്പോ പൊതുവായിട്ട് ഒരു 2 സ്ട്രോക്ക് വണ്ടിനെ സ്നേഹിക്കുന്ന ഒരാള് ഒരിക്കലും അന്നും ഇന്നും വണ്ടിക്കൊരു ഇതുണ്ട്, വിലയുണ്ട്. 2 സ്ട്രോക്ക് ഒന്നും ഇപ്പൊ കിട്ടാനില്ല. വണ്ടി കിട്ടാനേ ഇല്ല, അതാണ് വേറൊരു കാര്യം. അത് എമിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്കും 2 സ്ട്രോക്ക് അങ്ങനെ വിപണി വിട്ടു പോവുകയാണ്. അപ്പൊ ഇത് ദീർഘകാലം ഉപയോഗിക്കാൻ തന്നെയാണ്? അതെ. എന്റെ ആഗ്രഹം അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറാൻ പറ്റണം. അതിനുള്ള സൗകര്യങ്ങൾ MED ഒരുക്കി തരണം. അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് റെസ്ട്രിക്ഷൻ വരും, 2 സ്ട്രോക്ക് ബാൻ ചെയ്യുന്നുള്ള ഇത് കുറെ നാളായി നമ്മൾ കേൾക്കുന്നത്. അതെ, പക്ഷെ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ക്ലാസിക് എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ തന്നെ ഒരു റെട്രോ ക്ലാസിക് രീതിയിൽ. അപ്പൊ ഞാൻ ഇടയ്ക്ക് വണ്ടി ഓട്ടോ ഷോയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഓട്ടോ ഷോയ്ക്കൊക്കെ ഇടയ്ക്ക് ഇറക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു കാലാധിപത്യ ഡിസൈനാണ്, ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ ഭയങ്കര ഇത്ര സ്ലീക്ക് ആയിട്ടൊരു ബൈക്ക് ഇല്ല. ഒരു സംഭവം മുഴച്ചു നിൽക്കുന്നില്ല. ഇപ്പൊ ഈ സാരികാട് അല്ലാതെ ഒരു സാധനം ഇതിന്റെ മുഴച്ചു നിൽക്കല്ല, ഒന്നുമില്ല, അത്ര സ്ലീക്കാണ്. പിന്നെ ഇതിന്റെ ശബ്ദം എന്ന് പറയുന്നത് വേറെ ഏതൊക്കെ വണ്ടി വന്നാലും ഇതിന്റെ ശബ്ദത്തിനെ തോപ്പിക്കാനും പറ്റില്ല. ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒറിജിനാലിറ്റി കൃത്യമാണ്. ഈവൻ സീറ്റിന്റെ സൈഡിലുള്ള ഈ ഒരു ലൈൻ വരെ എല്ലാം ആകെ ഈ നമുക്ക് ഈ എക്സ്റ്റേണൽ ഇത് വന്നിരിക്കുന്ന നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ളതായിരുന്നു, അത് മാത്രം ഒന്ന് മാറ്റി. ഇത് പണ്ട് തൊട്ടേ ബ്ലാക്ക് ആണോ? അല്ലല്ല, റെഡ് കളർ ആയിരുന്നു, ചെറിയ റെഡ് ആയിരുന്നു അന്ന് ഇറങ്ങിയത്. ചെറിയ റെഡും പീകോക്ക് ബ്ലൂ ആയിരുന്നല്ലോ അത്. ആ ഒരു ഇടയ്ക്ക് ഒന്ന് വണ്ടി റീപെയിന്റ് ചെയ്താണ് ബ്ലാക്കിലേക്ക്. അപ്പൊ പൊല്യൂഷൻ എല്ലാം പേപ്പേഴ്സ് എല്ലാം വാലിഡ് ആണ്. കുറെ ദൂരം ഓടിച്ചു പോയിട്ടുണ്ടോ? അതെ, പോയിട്ടുണ്ട്. ഞാനിപ്പം കൂടുതൽ മൂന്നാർ, പിന്നെ നമ്മുടെ കോയമ്പത്തൂർ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ. അപ്പൊ 37 വർഷം പഴക്കമുള്ള വണ്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ വരുമ്പോഴത്തേക്കും വഴി നിന്ന് പോകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും പേടി അങ്ങനൊന്നുമില്ല? സത്യം പറഞ്ഞാൽ അനുഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഓയിൽ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റാർട്ട് ആക്കാന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എത്ര തവണ ഇപ്പൊ കിക്ക് സ്റ്റാർട്ടും ആണ്, നമ്മൾ ഒരു പരിമിതി വിട്ട് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും മടുക്കും. ചില സമയത്ത് ഓയിലിന്റെ മിക്സിങ് കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് വണ്ടി തള്ളിയിട്ടുണ്ട് വഴി. അപ്പോൾ അങ്ങനെ അനുഭവങ്ങളുണ്ട്. പക്ഷെ വണ്ടിനുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അതൊന്നും മാനിക്കാറില്ല. പിന്നെ 37 വർഷം പഴക്കമില്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ 37 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു 37 വർഷം മുമ്പുള്ള വണ്ടികളിൽ ഈ 2 വീലേഴ്സിൽ ഇപ്പോഴും ഓടുന്ന ബുള്ളറ്റ് ഇതുമായിരിക്കും. ഒന്നും കാണാനില്ല. ഇപ്പം മറ്റേ ഹീറോ ഹോണ്ട CD100 പോലുള്ളതൊക്കെ വളരെ മോശം അവസ്ഥയിലായി. ഇതൊക്കെ കണ്ടില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട്. എന്തായാലും ഈ പറഞ്ഞ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് പോലും അത്രയധികം ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വണ്ടി കുറച്ച് മോശമായിരുന്ന അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്തെടുത്തത്. ഇപ്പം അതിൻ്റെ കുറച്ച് ടാക്സിയോടൊക്കെ നടച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളിയിലേക്ക് ഇറക്കാനുള്ള പരിപാടിയില്ല. പേപ്പേഴ്സൊക്കെ തീർന്നിരിക്കുകയായിരുന്നു, എല്ലാം ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സെബാസ്റ്റ്യൻ. അപ്പം Yamaha RX-100 സെക്കൻഡ് ഹാൻഡൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാന്നാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷേ നല്ല വണ്ടി നോക്കി വാങ്ങിക്കണം. സിംഗിൾ ഓണർ Yamaha RX-100 എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ ചില ഭാഗ്യന്മാരുടെ മാത്രമേ സിംഗിൾ ഓർഡർ RX-100 ഉള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ഇടയ്ക്കിടെ ഒരു നടക്കുന്ന കാണാറുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ ലോകമെമ്പാടുമുള്ള
ഓഫ് റോഡ് പ്രേമികളുടെ ഹരം എന്ന് വിളിക്കാവുന്ന ജീപ്പ് റാംഗ്ലറാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉടമയെ പരിചയപ്പെടാം. നമസ്കാരം. ഹായ്, പേര്? വിനു. എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. ആ, പിന്നെ ബിസിനസ് ഉണ്ട് ഇപ്പോൾ. ആ, എവിടെയാ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലാണ്? ആ, ശരി. അപ്പോൾ ബിസിനസ് അവിടെയാ അതോ ഇവിടെ? അല്ല, ബിസിനസ് ഇവിടെയാ. ഇവിടെ എന്ത് ഒരു ബിസിനസ്? 3 years ആയിട്ട് ഇവിടെ ഉണ്ട്. ആ, അപ്പൊ ഇനിയിപ്പോ തിരിച്ചു പോകും ആയിട്ട് ഗോസും. ആ, ശരി. ആക്ച്വലി ഈ മാസം പോകേണ്ടതാണ്. അപ്പൊ നമുക്ക് ഒരു സൂ തുടങ്ങിയിട്ടുണ്ട് ചെറായില്. അപ്പൊ അതിന്റെ പണി കൺസ്ട്രക്ഷൻ. സൂ ഉണ്ടാവരണം സ്വന്തം? സ്വന്തമായിട്ട്. മറ്റേ അത്ര വാസ്റ്റ് ആയിട്ടുള്ളതല്ല, മറ്റേ അംബാനിയുടെയും പാബ്ലോ എസ്കോബാറിന്റെ പോലത്തെ അല്ല. ഇതൊരു ചെറിയൊരു കോമ്പാക്ട്. അംബാനിയും പാബ്ലോ എസ്കോബാർ രണ്ടോടെ. അല്ല, അതപ്പോ അങ്ങനെ മൃഗങ്ങളെ നമുക്ക് വളർത്താൻ പറ്റുമോ? ഇൻഡിവിജ്വൽ വളർത്താം. എല്ലാ ലൈസൻസ് നമ്മുടെ ഇന്ത്യയിലെ വളർത്താൻ പറ്റില്ല എന്നുള്ളൂ. ഇമ്പോർട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ ഇന്ത്യയിലുള്ളതിനെ വളർത്താൻ പറ്റില്ല. ശരി. സോ ഇമ്പോർട്ട് ചെയ്ത് തന്നെ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ എവിടുന്ന സോഴ്സ് ചെയ്യുന്ന ഈ മൃഗങ്ങളൊക്കെ? ഇതൊക്കെ തായ്ലൻഡ്, മലേഷ്യ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. പിന്നെ കുറെ കണക്ഷൻസ് ത്രൂ വരും. ശരി. ഏതാ ഒരു വെറൈറ്റി മൃഗം വന്നിരിക്കുന്നത്? വെറൈറ്റി ഇപ്പൊ ഉള്ളത് ടൗക്കണൊക്കെ. ടൗക്കൺ, പിന്നെ മർമോസെറ്റ് ഒക്കെ ഇല്ലേ, കുരങ്ങ്, പിന്നെ ഫിഷുകൾ കൂടുതൽ. പിന്നെ ഈ കുറെ ടൈപ്പ് ബേർഡ്സ്, പാമ്പുകളുണ്ട് കുറെ. അന്നകൊണ്ട അതൊക്കെ ഉണ്ട്. അന്നകൊണ്ട കൊണ്ടുവന്നോ? അന്നകൊണ്ടൊക്കെ ഉണ്ട്. ശരി. അതെവിടെയാ സ്ഥാപനം വരുന്നത്? ചെറായി ബീച്ചില്ലേ, അതിന്റെ ഫ്രണ്ടിൽ തന്നെ, മെയിൻ പാർക്കിങ്ങിന്റെ അവിടെ. അപ്പൊ എന്നത്തേക്കാ അത് ഓപ്പൺ ചെയ്യാൻ? അല്ല, ഇതിപ്പോ എക്സിസ്റ്റിംഗ് സൂ ആണ്. ഇപ്പൊ 1 year ആയി. ഇപ്പൊ നമ്മ ബാക്കിലേക്ക് എക്സ്പാൻഡ് ചെയ്തോണ്ടിരിക്കുക. ഒരു ഏക്കറോളം എടുത്തിട്ട്. അപ്പൊ ഈ മാസം പണി തീരണ്ടാണ്. പക്ഷെ തീർന്നില്ല. അപ്പൊ അടുത്ത മാസത്തേക്ക് ഒരു 15-ാം തീയതി 16-ാം തീയതി ആയിട്ട് അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. ശരി. നമ്മൾ എല്ലാവരും കാണല്ലോ. ഞാനാണെങ്കിൽ ഒരു 4 മാസം മുമ്പ് അന്നക്കൊണ്ട കാണാൻ വേണ്ടി ബ്രസീലിൽ പോയതാ. ഇവിടെ ചെറായിൽ തൊട്ടടുത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇതിന് ഓരോന്നിനും വളർത്തുന്നതിനും ഓരോന്നിനും അതിന്റെ കേജും എല്ലാത്തിനും സ്പെസിഫിക്കേഷൻ ഒക്കെ ഇല്ലേ? ഇതെല്ലാം ഭയങ്കര പണിയല്ലേ ഇത്? നല്ല പണിയാ. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാ. മോർട്ടാലിറ്റി വരാണ്ട് നോക്കണം. മോർട്ടാലിറ്റി വന്നാലാണ് നഷ്ടം, അല്ലെങ്കിൽ ലാഭം ആണല്ലേ? ശരി. അതുകൊള്ളു. അപ്പോൾ അതായത് ഗംഭീര. ആദ്യമായിട്ട് ഞാൻ ഒരു സൂവിൻ്റെ ഉടമയെ പരിചയപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അതായത് അതുള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കി വെച്ചു. അടുത്ത മാസം 16-ാം തീയതി വിപുലമായിട്ട് തുറക്കാൻ പോകും. അല്ല, 16 അറിയില്ല. അടുത്ത മാസം എന്തായാലും ഓപ്പണിംഗ് ഉണ്ട്. കാരണം ഈ ഇപ്പോഴത്തെ ഒരു ചെറുതല്ല, ഒരു വലുതാണ്. പക്ഷേ ഈ സ്കൂളുകാരൊക്കെ വരുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് അവരെന്തായാലും ഒരു 2 hours മേലെ വേണമല്ലോ പിള്ളേർക്ക്. അപ്പോൾ അതാണ് നമ്മൾ വലുതാക്കുന്നത്. അപ്പം ഇതെത്ര അല്ലേ നമ്മൾ റാംഗ്ലർ? ഇതൊരു 2 years ആണ്. 2.5 years ആണ്. പുതിയത് വാങ്ങിച്ചാണോ അതോ സെക്കൻഡ് എടുത്താണോ? ഇത് ഞാനൊരു ജോൺ അബ്രാഹത്തിന്റെ വണ്ടിയായിരുന്നു. സിനിമാടനില്ലേ, ആളുടെ കൊച്ചിയിലെ ഫോട്ടോ കൊച്ചിയിലെ വണ്ടി. ഇതൊരു 2000 വണ്ടി ഉണ്ടായിരുന്നു. ഫോട്ടോ കൊച്ചിയില്. ഞാൻ പുതിയത് എടുക്കാൻ പോയതാ. പക്ഷെ അപ്പൊ എനിക്ക് റെഡ് താല്പര്യമില്ല, ഓറഞ്ചും വൈറ്റും ആയിരുന്നു. പക്ഷെ ഓറഞ്ച് US-ലുള്ളൂ, ഇവിടെ ഇല്ല അത്. പിന്നെ വൈറ്റ് അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണാൻ പോയതാ. പിന്നെ വളരെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതൊരു 2500 കിലോമീറ്റർ ഓടി ഉണ്ടായുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. ജോൺ അബ്രാഹമിന്റെ പേര് തന്നെയായിരുന്നു വണ്ടി? അല്ല, വേറൊരു എഡ്ഗർ എന്ന് പറഞ്ഞ പുള്ളിയുടെ പേരിലായിരുന്നു. അപ്പൊ ആള് ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഇതിനോടൊരു സ്നേഹം വരാനുള്ള കാരണം? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു മസ്കുലർ ആയിട്ട് ഒരു വാർ മെഷീൻ ഉള്ള. അപ്പൊ ഏത് കുന്നും മലയും ഒക്കെ കയറി പോവാ. അത്ര ലക്ഷറീസ് ഒന്നുമല്ല. നമ്മ 1 കോടി കൊടുക്കണതിനുള്ള ലക്ഷറി ഒന്നും ഇതിലില്ല. പക്ഷെ ഒരു മസ്കുലർ വണ്ടിയാണ്. എനിക്ക് അങ്ങനത്തെ വണ്ടികളോട് താല്പര്യം. എനിക്കാണെങ്കിൽ ഇത് ഞാൻ പലപ്പോഴും ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമായ ബോഡി റോൾ ഉണ്ട് ഇല്ലേ? ബാക്കിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് 2.5 ഇഞ്ച്. അപ്പൊ പിന്നെ ബോഡി റോൾ കൂടുതലല്ലേ ചെയ്യുന്നത്? ഇല്ല, ടയർ അതോടെ അപ്സൈസ് ചെയ്തു. അപ്പൊ ബോഡി റോളിംഗ് കുറവാ. ഇപ്പൊ ഓടിച്ചു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം, സൗണ്ടും എന്തോ എക്സോസ്റ്റ് എന്തോ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് തണ്ടർബോൾട്ടിന്റെ കാനഡ ബ്രാൻഡ്. എല്ലാം കൂടി ചെയ്ത് വന്നപ്പോഴത്തേക്കും വീണ്ടും പൈസ എത്ര കൂടി? അതൊരു 12-13 lakhs അടുത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. 40 lakhs അടുത്ത്. എന്താണ് ഇപ്പം ലൈറ്റുകളൊക്കെ മാറി? ലൈറ്റൊക്കെ മാറി. എന്തൊക്കെയായാലും ഇതിന്റെ രൂപം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിനെ കണ്ട് കൊതിച്ചു പോകും. മഹീന്ദ്ര പലപ്പോഴും ഇതിനെ കോപ്പി അടിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ മഹീന്ദ്ര താർ, അതായത് ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ മഹീന്ദ്ര താർ വന്നപ്പോൾ ആദ്യം വന്ന ഗ്രില്ല് സെയിം ഇതായിരുന്നു. അത് തലേ ദിവസം രാത്രി നമ്മളൊക്കെ ഇവിടുത്തെ റീജിയണൽ ഓഫീസിൽ പോയി കണ്ടപ്പോൾ ഈ ഗ്രില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് ആ ഗ്രില്ലൊക്കെ മാറ്റി. കാരണം ഇവർ ജീപ്പ് തറന്നിട്ട് എന്തോ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തൊരു ഇഷ്യമൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോഴും കാഴ്ചയിൽ താറേണ്ട പെട്ടെന്ന് ഇതാണെന്ന് തോന്നുന്നൊരു ഇതുണ്ട്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം? എന്താ ഇതിന്റെ വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി തന്നെ. പിന്നെ റോഡ് പ്രസൻസ് നല്ലോണം. പിന്നെ എന്താ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഒരു മസ്കുലർ വണ്ടിയാണ്. അത്ര തന്നെ. ഈ 2500 കിലോമീറ്റർ ഓടിയ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിക്കാണോ ഇതെല്ലാം കൂടി? ഇപ്പൊ 57,000 ഞാൻ ഭയങ്കര ഓട്ടമുള്ള വണ്ടി. ഇതാണോ സ്ഥിരമായിട്ട് ഓടിക്കുന്നത്? സ്ഥിരമായിട്ട് ഇതന്നെ സ്ഥിരം. പിന്നെ വേറെ വണ്ടി ഉണ്ട് വീട്ടില്, പക്ഷെ ഇതായിരിക്കും കൂടുതലായിട്ട് കൊണ്ടു കിടക്കുക. ശരി. ഈ ജർമ്മനിയിൽ വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ജർമ്മനിൽ മിനി കൂപ്പർ ഉണ്ടായിരുന്നു. മിനി കൂപ്പർ അവിടെ ഓട്ടോമാനിലൊക്കെ അടിച്ച് പൊളിച്ചോ? ഓട്ടോമാനിലൊക്കെ അടിച്ച് പൊളിച്ചു. അപ്പൊ അവിടെയൊക്കെ ഓടിച്ചിട്ട് വന്ന് ഇവിടെ ഓടിക്കുമ്പോ എന്താണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ റോഡും നമ്മുടെ ഈ ഒരു ട്രാഫിക് ആണ് എന്റെ അതൊരു രക്ഷയില്ല. ഇപ്പൊ നമ്മ ഹൈവേ പണിയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ കോഴിക്കോട് വൈഫ് അവിടെയാ. കോഴിക്കോട് സ്ഥിരം പോകുമ്പോഴും
ഡിസിപ്ലിൻ ഇല്ലല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക്. അതാണ് 3 ലൈൻ ഫാസ്റ്റ് ട്രാക്ക് എന്തിട്ടാ ഇത് അതൊന്നും ഒരു അറിയില്ല. ഫാസ്റ്റ് ട്രാക്ക് തന്നെ 80 ഓണടിച്ച് മനുഷ്യന്റെ കൈവേദന. വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇതാ ബെസ്റ്റ് ഓഫ് റോഡ് അതെ അതെ അല്ലേ, അതിലേക്ക് കുത്തി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെ അത് തന്നെ. അപ്പോൾ എന്താണ് ഈ 1 കോടി രൂപയ്ക്ക് അടുത്ത വില തീർച്ചയായിട്ടും ഉണ്ടായി കാണും സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചപ്പോൾ. 1 കോടി രൂപയ്ക്ക് ഇത് വർത്താണോ? ഞാൻ പറഞ്ഞില്ല 1 കോടിക്ക് ഇപ്പൊ ലക്ഷറി കംഫർട്ട് അങ്ങനെ നോക്കുന്നവർക്ക് വರ್ತല്ല. ഇതിന്റെ ഇതിനെ കുറിച്ച് അറിയണവര് ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സീറ്റ് അത് റീക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് മാത്രം ഒരു ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ആവുന്നുള്ളൂ. അത് ജസ്റ്റ് ആ ഫിക്സ്ഡ് തന്നെയാണ്. അത് ഞാൻ മാറ്റാൻ നോക്കി, പക്ഷെ അതിന്റെ സോൾഡറിങ് ഒക്കെ ഭയങ്കര ഹെവിയാണ്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയത്തെ കുഴപ്പമൊന്നുമില്ല വണ്ടി. ഈ റൂഫ് ഊരി കൺവേർട്ട് ചെയ്ത് ഓടിക്കാറുണ്ടോ? മൊത്തം ഊരിയുള്ള ഈ ജസ്റ്റ് ഫ്രണ്ടില് മാത്രം ക്ലിപ്പുള്ള അത് വരാൻ. മറ്റേതാണെങ്കിൽ സ്ക്രൂ മറ്റേ ഇത്തിരി പണിയാണ്. ഞാനൊക്കെ ഇടുക്കിയിൽ ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് അവിടെ വെച്ചൊന്ന് ഊരി തിരിച്ച് ഫിറ്റ് ചെയ്യാനും ഭയങ്കര പണിയാണ്. അവര് 20 മിനിറ്റ് എന്ന് പറയും, പക്ഷെ 1 hour മേലെ പിടിക്കും. ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടോ? ആ ഓഫ് റോഡ് പോകാറുണ്ട്, ജീപ്പിന്റെ തന്നെ പോകാറുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ജീപ്പിന്റെ ട്രയൽ. ആ ട്രയൽസിന് പോകാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പോകാറുണ്ട്. എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ്? മെയിൻ്റെനൻസ് കോസ്റ്റ് അങ്ങനെ നോക്കാറില്ല. എന്നുവെച്ചാൽ സർവീസ് എവറി 10,000 ഉള്ള ഒരു 50,000 മിനിമം വരും. ഞാൻ റീസെന്റ് ആയിട്ട് നടത്തിയത് 72,000 ആയി. 72 ആയി. 72,000 ആയി. എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? സാധാരണ സർവീസ് അല്ലാതെ വേറെ പണി എന്തെങ്കിലും വരാറുണ്ടോ? പണി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ നടത്തിയില്ല. കൂളന്റിന്റെ ലീക്ക് ഉണ്ടാവും, ആ കാരിയർ ലീക്കായിരുന്നു. ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. പക്ഷെ അതൊരു കമ്പനി പുതിയത് റീപ്ലേസ് ചെയ്യില്ല. വേറെ പണിയൊന്നും വന്നിട്ടൊന്നും. ക്വാളിറ്റി ഓഫ് സർവീസ് എങ്ങനെ ഉണ്ട്? സർവീസും കുഴപ്പമൊന്നുമില്ല. ഒരു കംഫർട്ടബിൾ ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കറക്റ്റ് സമയത്തും കുഴപ്പമൊന്നുമില്ല സർവീസിന്റെ കാര്യം. അപ്പം ഒരു പോരായ്മയും എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് എൻ്റെ പോസിറ്റീവ് എന്നും പറഞ്ഞു. ഇനി എന്താണ് മറ്റൊരു ഓഫ് റോഡിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? അതോ ഇത് കുറെ കാലം ഉപയോഗിക്കാനാണോ പരിപാടി? ഇത് കുറെ നാളും കൂടി ഉപയോഗിച്ചിട്ട് ഇനിയിപ്പോ ഇതിന് വല്ല ഓഫ് റോഡ് പേതുള്ളൂ. ഓഫ് റോഡൊന്നും ഇല്ല, സത്യമാണത്. ശരിയാണ്. വേറെ ഏത് വണ്ടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? വേറെ വീട്ടില് സ്കോഡ ഉണ്ട്, പിന്നെ താറുണ്ട്, 3 door ഉണ്ട്. അതാണ് ആദ്യം വാങ്ങിയത്. പിന്നെ ഒരു കോണ്ടസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കോണ്ടസ് ഒക്കെ നമ്മുടെ സൂവിൽ അപ്പം എക്സിബിറ്റ് ചെയ്യാനും പരിപാടി ഉണ്ടോ? അങ്ങനെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് ഒരു ക്രൈസിന് എടുത്തതാ. ചിലപ്പോ കൊടുക്കും, കുറച്ച് ആ ക്രൈസ് മാറി കഴിയുമ്പോൾ. ശരി. അപ്പോൾ എന്തായാലും റാങ്ക്ലറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ആകെ തോന്നിയൊരു കാര്യം ബോഡി റോളാണ്. പക്ഷെ അതിനുവേണ്ടി അത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിന്റെ ഇന്റീരിയറിൽ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കുറച്ച് ഇന്റീരിയർ ഞാൻ നല്ലോണം ചേഞ്ച് ഒന്ന് ശ്യാമേ ആ ഇന്റീരിയറിന്റെ റെഡ് കളറൊക്കെ രസമുണ്ട്, അതുകൊണ്ട് കാണാം. ഇന്റീരിയറിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? റെഡ്, ഇത് നാപ്പ ലെതർ, പിന്നെ ഈ ജി വാഗന്റെ AC വെന്റ് വെച്ചിട്ടുണ്ട്. ഓ ജീവാന്റെ AC വെന്റ് അല്ലേ? അത് നൈറ്റ് അറിയാൻ പറ്റുള്ള പിന്നെ ഒരു ജീപ്പ് റാംഗ്ലർ തന്നെ അവിടെ മല കയറി കിടക്കുന്ന റാംഗ്ലർ ഉണ്ട് അവിടെ. രസമായിട്ടുണ്ട് കേട്ടോ ഈ ഇന്ത്യയിൽ, നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു റെഡും നമ്മൾ കൊടുത്തതല്ലേ ഡാഷ്? അല്ലല്ല, അത് സ്റ്റോക്കാണല്ലേ? റെഡ് സ്റ്റോക്ക്. മറന്നുപോയി അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും രസമായിട്ടുണ്ട്. ഈ പറഞ്ഞല്ലോ നമുക്ക് ഈ കാണുമ്പോൾ വാങ്ങിക്കണം തോന്നിയ വണ്ടിയുണ്ട്, അത്തരത്തിലുള്ള സാധനമാണിത് ഈ റാംഗ്ലർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊന്നും ഓഫ് റോഡും നമ്മളധികം പോകാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്. അപ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ, ചവിട്ടി കയറാൻ, ടയേഴ്സൊക്കെ നല്ല കിടിലൻ ഓൾ ടെറൈൻ ടയേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഇത് 17 ഇഞ്ച് തന്നെ അല്ലായിരുന്നു? പ്രൊഫൈൽ മാറിയെന്നുള്ളൂ അല്ലേ? ഇത് റൂബിക്കോണുമാണ് അല്ലേ? റൂബിക്കോണാണ് കേട്ടോ, നമ്മളത് പറഞ്ഞില്ല. റൂബിക്കോൺ എന്ന് പറയുന്ന ആ വേരിയൻ്റ് ആണ്, ലിമിറ്റഡ് എഡിഷനുമാണ് ഇത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അന്നക്കൊണ്ട കാണാൻ വരുന്നുണ്ടോ? ഏതാ സമയത്ത് അത് ഓപ്പൺ ടൈം? അത് 10 to night. ഇപ്പോൾ അന്നക്കൊണ്ട ഉണ്ടോ അവിടെ? അത് തന്നെയാണോ, ആമസോണിൽ നിന്നാണോ? അതൊക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നില്ല. വാങ്ങി ഇപ്പൊ ഇത്ര ഒരു 3 feet ഉണ്ടായുള്ളൂ. ഇപ്പൊ അത് വലുതായി 5-6 feet. ഒരു പാവപ്പെട്ടവനല്ലേ അവനെ? ആ സിനിമ എടുത്ത് മനുഷ്യനെ പേടിപ്പിച്ചല്ലേ അല്ലേ? കടിക്കോ, കുറച്ച് അഗ്രസീവാ. ഫസ്റ്റ് കൊണ്ടുവന്ന തന്നെ കടിച്ചായിരുന്നു. എന്നെയല്ല, പക്ഷെ അറിയില്ലല്ലോ. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ പിടിക്കരുത്, അത് എരയാന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ കൂടെ അതിന് നെയ്ക്ക് ഉണ്ട്. ബാക്കിയത് പാമ്പുകൾ കുഴപ്പമില്ല, ഇതിന് കുറച്ച് നെയ്ക്കിൽ പിടിക്കും. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ആണെങ്കിൽ എന്താ തീറ്റ കൊടുക്കുന്ന അനക്കൊണ്ടൊക്കെ? മൈസും മറ്റേ മൊയിലൊക്കെ. എന്തായാലും കാണാൻ പോകാം കേട്ടോ ശ്യാമേ. അപ്പൊ സൂവിന്റെ പേരെന്താ? ദസ് ടിയർ ഹൗസ്. ജർമ്മൻ പേരാ. ടിയർ ഹൗസ് അനിമൽ ഹൗസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കേരളത്തിൽ നമുക്കൊരു സൂ ഒക്കെ സമ്മാനിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇനി ജർമ്മനി കാണാം. ജർമ്മനി കാണാം അടുത്ത മാസം. അല്ല എന്തായാലും അതിന് മുമ്പ് ഞാൻ സൂ കാണാൻ വരും. ഞാൻ വിളിക്കാം, വരണം എന്തായാലും. പിള്ളേരെ കൊണ്ടുവന്നു. പിള്ളേരൊന്നുമില്ല, പിള്ളേരൊക്കെ UK-യിലെ ഒരെണ്ണോ ഉള്ളൂ, അത് UK-യിലും. ശരി.
അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. പിന്നെ ഇതോടൊപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, ഭാവിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം സേഫായി വെച്ചുകൊണ്ട് ടാക്സ് ഇളവുകളോടുകൂടി പണം വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ NFO പരിഗണിക്കാവുന്നതാണ്. ഫെബ്രുവരി 28 വരെയാണ് നമുക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അടുത്ത ആഴ്ച നമുക്കിനി പുതിയ റാപ്പിഡ് ഫയർ കാണാം. ബൈ.